പറഞ്ഞ ഇടിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ അടിപൊളി. ഒരു ദിവസം എല്ലാവരും വരുന്നൊരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. അത് മതി. അപ്പോൾ ഇതാണ് നമ്മളെ ഉമ്മാൻ്റെ വീട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം. സഫ്രാനെ, ആ കാണുന്ന അടുപ്പ്, ആ അടുപ്പിൽ നിന്നുള്ള പുക വന്നിട്ടാണ് ഇവിടെ ആകെ കറുത്തു പോയത്. ഇങ്ങനെ എല്ലാം ഒന്ന് കാണും. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ വീട്. ഇത് നമ്മളത് പഴയ വീടാണ്. എന്നാലും കുഴപ്പമില്ല, കയറി കിടക്കുന്ന സ്ഥലം ഒരു വൈബാണ്. വിന്റേജ് അങ്ങനെ വിചാരിച്ചാൽ മതി. വിന്റേജ് ഒക്കെ വിന്റേജാ. അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ സ്കിപ്പൊളി അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലത്തെ ലോങ് വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ കാലമായി ആലോചിച്ചിരിക്കുന്നു. പക്ഷേ അതിന് പറ്റിയൊരു സാഹചര്യം എപ്പോഴാണ് കിട്ടിയത്. ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. ഇവിടെയുള്ള തോട്ടാണ് ഈ കാണുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുന്നേ നമ്മളിതാ ഈ സ്ഥലമൊക്കെ കാണിച്ചു തന്നിരുന്ന ഷോർട്ട് വീഡിയോയിൽ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ എന്നറിയോ നിങ്ങൾക്ക് ഇന്നറിയോ, പണ്ട് ഒരു വീഡിയോയിൽ ഞാൻ ഇതേപോലെ ഒരു എക്സ്പ്രഷൻ വീഡിയോയിൽ ഞാൻ വന്നിരുന്നു. ആ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഒരു കമൻറ്റ് ഇട്ടിന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ. അന്നാണ് ഈ അല്ലും ഇങ്ങോട്ട് വന്നത്. കണ്ടോ, ഒന്നും മനസ്സിലായിട്ടെങ്കിലും ഞങ്ങൾക്ക്. അപ്പം ഇതാണ് നമ്മളെ അടിപൊളി തോട്ടം. ഇവിടെ ജാതിക്കമുന്ന് തൊട്ടിട്ട് ചക്ക വരെ കിട്ടുന്നതാണ് നമ്മുടെ അല്ലു പറഞ്ഞിരിക്കുന്നത്. അലൻ വലുതായി ഇപ്പോൾ തന്ത വൈബ് ആയിക്കൊണ്ടിരുന്നത് ഗൈസ്. കണ്ട, തന്ത വൈബ് ആയിരിക്കണതാണ് കുറവായിട്ട് തന്ത വൈബ് ആയിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മളെ കുളം ട്ടാ, കിണറാണിത് സംഭവം. ഗൈസ്, എനിക്കൊരു കാര്യം എന്താ അറിയോ പറയാനുള്ളത്. ഈ ഉമ്മാൻ്റെ അടുക്ക് വരുമ്പോൾ ഒരു അടിപൊളി ഫീലാണ് ഗൈസ്. കാരണം എന്താ അറിയോ, പണ്ട് കേട്ടോ, ഇപ്പോൾ വലിയ സുഖമില്ല. കാരണം ഇപ്പോൾ ആരും വരില്ല. പണ്ട് മൂത്തമ്മാൻ്റെ മക്കളും എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ വേറെ വൈബേ. ഇപ്പോൾ ആരുമില്ല, എല്ലാവർക്കും ബിസിയല്ലേ. എല്ലാവരും ബിസിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും വന്നോളും. ഇപ്പോൾ എല്ലാവരും കാണാം. എന്നാലും പണ്ടത്തെ ഒരു ഫീല് അത് വേറെ അടിപൊളി ഫീലാട്ടോ ഗൈസ്. നമുക്ക് ആ ബാക്കിലുള്ളതാണ്ടാ ആ വിൻറ്റേജ് തറവാട്ടിലേക്ക് ഒന്ന് പോകണമെന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. പക്ഷെ കുറച്ച് അഡ്വഞ്ചർ അല്ലേ സഫ്രാനെ? പാമ്പൊക്കെ ഉണ്ടാവും. പോയേക്കാം വാ ഗൈസ്. ഇതാണ് ആ കാണുന്ന വീട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ കുറേ കാലമായില്ല അടച്ചിട്ടിട്ട്. പോയ സീനാണ്. പാമ്പ് എന്തെങ്കിലുണ്ടാവും ഗൈസ്. പുല്ല് മുളച്ചിട്ട് ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാമ്പുണ്ടാവുന്നതാണ് ആകെ പേടി. വേറെ ഒരു പേടിയില്ല. ജസ്റ്റ് ഒന്ന് പോയേക്കാം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തമിഴ്നാട്ടിൽ മധുരയിൽ വെച്ച് വിജയണ്ണൻ്റെ മാനാട് ഒരു അടിപൊളി സ്പീച്ച് ഉണ്ടായത്. അവിടുന്ന് എടുത്തൊരു സെൽഫിയാണ് ഗൈസ്. ഇതേമാതിരി 10 മില്യൺ വ്യൂസാണ്ട് കയറിയില്ലേ അല്ലേ സഫ്രാനെ? ഒന്ന് നോക്കിക്കാം, പറഞ്ഞോട് അതിനെ കുറിച്ചിട്ട്. അടിപൊളിയാണ്. ഞാൻ ആ സ്പീച്ച് കണ്ടിട്ടില്ല. ഇവനാണ് എന്നോട് പറഞ്ഞത് ആ സ്പീച്ചിന്റെ കുറച്ച് കാര്യം. അതുകൊണ്ട് ഫുള്ള് അറിയില്ല. എന്തറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് രണ്ടാക്കും ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണ് വിജയ്. ഈ ഏറ്റവും നടനുള്ള ഈ വിജയാണ് ഇഷ്ടം. ഈ വിജയ് നല്ല അടിപൊളി ലുക്കും നല്ല അടിപൊളി ആക്ടറാണ്. ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് പുകർത്തി പറയല്ല, പുകർത്തിയാ. അടിക്കല സഫ്രാൻക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ആ മിസ്റ്റേക്ക് ഒന്ന് തിരുത്തിക്കാം. ഒന്നും കൂടി പറയും വിജയിനെ കുറിച്ചിട്ട്. വിജയ് ഒരു അടിപൊളി ക്യാരക്ടറാണ്. ഒന്നും കൂടി ഞാൻ പറയണേ, വിജയ് ക്യാരക്ടറാ, ആക്ടറാണ്. പിന്നെ വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ലുക്കും നല്ല അടിപൊളി ലുക്കും. അവൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്യാരക്ടറാണ്. ഒരു ജാടല്ല, എന്നാൽ നല്ലൊരു സത്യസന്ധനായിട്ടുള്ള ഒരു ആളാണ് വിജയ്. ഗൈസ്, ഇതുപോലത്തെ സ്ഥലത്ത് വീട് വെക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷാണ് സെറ്റാവണില്ല. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പൊല്യൂഷൻ ഉണ്ടാവില്ല ഗൈസ്. ഇവിടെ നല്ല ചക്ക ഉണ്ട് അല്ലേ സഫ്രാനെ? സഫ്രാൻ ഇന്ന് സ്കൂൾക്ക് ചക്കക്കൂട്ടാനെ കൊണ്ടുപോയില്ലെന്ന് വല്യമ്മ പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മളെ സഫ്രാന് ഡാൻസ് ക്ലാസ്സിന് പോകണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പാട്ട് ഇജ്ജ് പറഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് ഗീതത്തിലാണ് പാട്ട്. വളാഞ്ചേരിയിൽ നിങ്ങൾ അവിടെ പോയിക്കണമെന്നൊക്കെ അറിയില്ല. അവിടെ വളാഞ്ചേരിയിൽ ഒരു ഇട റോട്ടിലുള്ളൊരു ഗീതത്തിനുള്ളത് വേണ്ട സ്ഥലമുണ്ട്. അവിടെയാണ് ഞാൻ ഉള്ളത്. നമ്മൾ വിൻറ്റേജ് തറവാട് പൊളിച്ചിട്ട്
ഒരു കാലുകൾ കുറേ ആയിക്കണ്. 2023 അവിടെ പാമ്പ് ശല്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പം എല്ലാവരും പറഞ്ഞിട്ടത്. നമ്മളെ സഫ്രാന് ഒരു കുട്ടീനെ ഇഷ്ടമായിരുന്നു അവൻ്റെ സ്കൂളിൽ. അവനോട് ചോദിച്ചോക്കെ സഫ്രാനെ. ആ കാണുന്നതാണ് നമ്മളെ വിൻറ്റേജ് തറവാട്. പണ്ട് ഉമ്മയും വല്യമ്മയും മൂത്തന്മാരെല്ലാവരും താമസിച്ച വീടാണത്. അപ്പോൾ ആ വീട് പൊളിച്ച് ഇപ്പോൾ ഞങ്ങളിപ്പോഴത്തെ വീട് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. കുറേ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് വാ. അലെനിക്ക് ഭയങ്കര കുറവാണ് ക്യാമറയിൽ നിൽക്കാൻ. ഇതാ ഇവനിക്കൊന്നും ഒരു കുറവില്ല, പക്ഷെ അലെനിക്ക് നല്ല കുറവാണ്. ഓരൊക്കെ വലുതായി എന്നാണ് ഓരോ വിചാരം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. മറ്റവനാണെങ്കിലോ മറ്റേ പാട്ട് ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ട് പോയിക്കണ്. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.